നമസ്കാരം, ഐശ്വര്യ കമലയാണ്. നമുക്കറിയാം, നാട്ടിൽ ഒരു നഴ്സിംഗ് സമരം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷത്തെ കണക്കെടുക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ വിദേശ രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്ത തൊഴിൽ സമൂഹം ഏതാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും അത് നഴ്സിംഗ് സമൂഹമാണ് എന്നുള്ളത്. എന്തുകൊണ്ടാണ് ഈ കൊറോണ കാലത്ത് അല്ലെങ്കിൽ യുദ്ധകാലഘട്ടങ്ങളിൽ ഇത്രയും സങ്കീർണമായ പ്രതിസന്ധികളൊക്കെ മറികടന്ന് എന്തുകൊണ്ടാണ് ഈ സമൂഹം സ്വന്തം നാടും രാജ്യവും ഒക്കെ വിട്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്യുന്നത്? ഉറപ്പായും നമ്മുടെ നാട്ടിൽ കൃത്യമായ രീതിയിൽ അവരുടെ തൊഴിലിന് ആവശ്യമായിട്ടുള്ള ശമ്പളം അല്ലെങ്കിൽ സേവന വേതന വ്യവസ്ഥ നടപ്പിലാക്കാത്തത് കൊണ്ട് തന്നെയാണ് ഇത്രയും നാളുകളും പരിഹരിക്കപ്പെടാതെ ഈ പ്രശ്നം മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തന്നെ ഒരു സമൂഹം എന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒന്നാണ്. ഒരുപാട് കടമ്പകൾ കടന്ന് കോടതി വിധിയൊക്കെ നേടിയതിന് ശേഷവും ഒരു സമരമുഖത്തിലേക്ക് അവർക്ക് പോകേണ്ടി വരികയാണ് എന്നുള്ളത് നമ്മൾ വളരെ വളരെ കാര്യമായി ചിന്തിക്കേണ്ട ഒരു പ്രതിസന്ധിയാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മൾ സമൂഹ മാധ്യമങ്ങളിൽ കാണുന്ന ഒരുപാട് വീഡിയോകളിലും അല്ലെങ്കിൽ ഈ സമരത്തിൻ്റെ കാഴ്ചകളിലും നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, വളരെ ധാർഷ്ട്യത്തോടുകൂടെ അല്ലെങ്കിൽ വളരെ അഹന്തയോടുകൂടെയാണ് മാനേജ്മെന്റ് പ്രതിനിധികൾ ഈ സമരമുഖത്തിലുള്ള നഴ്സുമാരോട് പെരുമാറുന്നത്. വർഷങ്ങളായി പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന ഒരു പ്രശ്നത്തിന്റെ മുകളിലുള്ള ആ ആത്മവിശ്വാസം അല്ലെങ്കിൽ അവർക്ക് ഉള്ള ആ ഒരു ധാർഷ്ട്യം, അത് നമുക്ക് എല്ലാ വീഡിയോകളിലും എല്ലാ കാഴ്ചകളിലും നമുക്ക് നിഴലിച്ച് കാണാം. അപ്പോൾ ഉറപ്പായും നമ്മുടെ ഒരു മനുഷ്യൻ്റെ അടിസ്ഥാന ജീവിത സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ജീവിത അവസ്ഥകളോട് ഇത്രയും ഇഴുകിച്ചേർന്ന് കിടക്കുന്ന ഒരു തൊഴിൽ സമൂഹത്തിൻ്റെ പ്രശ്നം ശരിക്കും നമ്മുടെ സമൂഹത്തിൻ്റെ തന്നെ പ്രശ്നമാണ്. നമ്മൾ ഉറപ്പായും അവർക്ക് വേണ്ടി ശബ്ദമുയർത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. നാട്ടിൽ നടക്കുന്ന നഴ്സിംഗ് സമരത്തിന് നമ്മൾ എല്ലാവിധത്തിലുള്ള ഐക്യദാർഢ്യം അറിയിക്കുകയാണ്. ഒരു സമൂഹം എന്ന രീതിയിൽ അവർക്ക് മാന്യമായി ജീവിക്കാൻ വേണ്ട എല്ലാ സാഹചര്യങ്ങൾക്ക് വേണ്ടിയും, അവർക്ക് മാന്യമായി ജീവിക്കാൻ വേണ്ട ശമ്പളത്തിന് വേണ്ടിയും നമുക്ക് അവർക്കൊപ്പം ശബ്ദമുയർത്തേണ്ടതുണ്ട്. അപ്പോൾ നാട്ടിലെ നഴ്സിംഗ് സമരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ നഴ്സിംഗ് സമൂഹത്തിലെ എല്ലാ എല്ലാ തൊഴിലാളികൾക്കും എല്ലാ നിലയിലുള്ള പിന്തുണയും അറിയിക്കുകയാണ്. ഉറപ്പായും ഈ പ്രശ്നം എത്രയും പെട്ടെന്ന് പരിഹരിക്കപ്പെടേണ്ട ഒന്നാണ്. അതിലേക്ക് എല്ലാ ആളുകളും അവരുടെ ശബ്ദം അല്ലെങ്കിൽ അവരുടെ പ്രാതിനിധ്യം അല്ലെങ്കിൽ അവരുടെ ഐക്യദാർഢ്യം അറിയിക്കേണ്ടതുണ്ട് എന്നാണ് പറയാനുള്ളത്. എല്ലാവിധ ഭാവുകങ്ങളും ഈ സമരം ഒരു വിജയമായി മാറണം. മാത്രമല്ല, എന്നേക്കുമായി ഈ പ്രശ്നം പരിഹരിക്കപ്പെടേണ്ടത് നമ്മുടെ ആരോഗ്യ മേഖലയുടെ നിലനിൽപ്പിന് തന്നെ അത്യന്താപേക്ഷിതമാണ്.